എല്ലാവർക്കും നമ്മുടെ പുതിയ ഫ്രഷ് വാട്ടർ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നല്ല ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഫിഷിങ്ങിന് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് ഏനമാവിലെ ബണ്ടിൻ്റെ അവിടെയാണ്. അപ്പോൾ നമുക്ക് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് റോഡും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ആരിഫുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പിടിച്ചിട്ട് തന്നെ പോവുള്ളൂ എന്ന് പറഞ്ഞ പോലെ. നമ്മുടെ കൂടെയുള്ളത് ആരിഫാണ്. ആരിഫിന് ഒരു ചാനലുണ്ട്. ഞാൻ ആ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ സബ് ചെയ്യാൻ ആരും മറക്കരുത്. ചേർത്ത് മതി. നമ്മുടെ സീറ്റ് ഭയങ്കര ലൂസായിട്ടേ ഒന്നും കൂടി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ടാങ്കിൽ കിട്ടുമോ ഇത് ഞാൻ ഇങ്ങനെ അത് നല്ല ഹൈറ്റുള്ള ഇത് കണ്ട അടിച്ച് എനിക്ക് നമ്മളെ പോൾ റോഡ് തോട്ടിന് ഉയർത്തിണ്ട് കേട്ടാ. ഇവിടെ നോക്കി ക്യാമറയിൽ നമുക്ക് കിട്ടണമെന്ന് അറിയില്ല. കണ്ടമാനം മീനിട്ട് നാമിച്ചേട്ടനോടത്ത് തീറ്റ പോയി. ഇടുമ്പോ പെട്ടെന്ന് തീരുണ്ട് തീറ്റ. എന്തായാലും നമുക്ക് ആദ്യത്തെ ഉണ്ടാടാം. ഇത് കുറച്ചും കൂടെ നീക്കി കേസായിട്ട് പോയിട്ടാരണം പിടിച്ചോളൂ. ആദ്യത്തെ തന്നെ തീറ്റ പോയി. നല്ല കാറ്റാണ് കേട്ടോ. നമ്മള് പിന്നെ പുതിയ കുളത്തൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുന്നത്തെ കുളത്ത് കൊറേ യൂസ് ചെയ്തു, കൊറേ കാലമായിട്ടുണ്ട്. അത് ഇതെന്ത് മീനത് കടിക്കുന്നത്? വലിച്ചു കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത് പിടിക്കാതെ. ഞാൻ ഇട്ടുള്ള ഹുക്കിന്റെ വലിപ്പം നോക്ക്. ഈ ഹുക്ക് ഇട്ടിട്ടുള്ളേ കണ്ണോണ്ട് പോലും കാണാൻ പറ്റില്ല. എന്നിട്ട് പോലും ഇതെന്താ വലിച്ചു പോയി താനെ ഉള്ളിലേക്ക്. കിട്ടി. ഇതാ നമ്മുടെ നവീൻ ചേട്ടന്റെ ആദ്യത്തെ അടിച്ചിട്ടുണ്ട് ഒരു പൂവാലി. റെക്കോർഡാണോ? പരല് അന്ന് പിടിച്ചിട്ട് എന്താ ചെയ്തേ? വറുത്ത ആദ്യത്തെ വീട്ടില് വറുത്ത്, പിന്നത്തെ ചിലപ്പെടുത്തിക്കണോ? പെട്ടെന്ന് കഴിക്കുന്നില്ലേ? നല്ല വിശപ്പുണ്ട്. ഒരിക്കുന്നു. ഓ ധാര ഈര ഇവിടെ ഉണ്ടാവുന്നു. ആരെ ഈര ഇവിടെ ഉണ്ട് പറയാ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഈര ഈ ഒരു കനം മതി, നല്ല കളത്തിൽ താഴ്ന്നു പോവാം. പോകുമ്പോ എടുക്കാത്. നമുക്ക് ഈര കുറച്ച് കട്ടിയാ. ഇനി നമുക്ക് മീൻ അടിക്കാൻ നോക്കട്ടെ. നമ്മളെ ഓ പരലകളെ കൊണ്ട് ശല്യം ഇത്.
എന്തൊരു മീൻ അടുത്തത് ആവീൻ ചേട്ടന് എന്തിനാ വയമ്പ് പോലത്തൊരു മീൻ അല്ലേ? ഇത് കാട്ടിൽ പോയ ഒരു കരിമീൻ കിട്ടിയ സന്തോഷമായാലേ. നമ്മൾ ഈ കാട്ടൊക്കെ കരിമീൻ എടുത്ത് എന്താ ചെയ്യുക? ആ നമുക്ക് അടുത്ത ഒരു പൂവാലി അടിച്ചിട്ടുണ്ടാ. ശരി. പൊടിക്കൂടി വലിപ്പം ഉണ്ട് അതിനേക്കാൾ. അത് ഈറ്റയുടെ തന്നെ ആയിരുന്നു അല്ലേ? അതാ ഒരു നമ്മൾ ഈ ബോക്സ് കെട്ടേക്കണ വന്നു അടച്ചേക്കാം. ഒരു കരിമീനെ പിടിച്ചോണ്ട് പോ. നമുക്ക് കൊറേ നേരം നിന്നിട്ട് ഇതാ ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട്. ഇതാണ്ടില്ലേ കൊറേ നേരമായി നമ്മള് വെയിറ്റ് ചെയ്യുന്നു. കരിമീൻ കരിമീൻ കരിമീൻ. അടിച്ചാ കരിമീന? കരിമീന അല്ല, ഞാൻ അടിച്ചത് അറിഞ്ഞില്ല, പോയിന്ന് വിചാരിച്ചു. കുറുവാടെ ചെറുത്. ഇത്ര നേരം നമുക്ക് കിട്ടിയിരുന്നത് പൂവാലികളായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു കുറുവാ പരലില്ല, അതിന്റെ ചെറുതിനെ ഇട്ടേക്കണ. ഇത് അത്യാവശ്യം വലിപ്പം വരുന്നതാ. അല്ല ഇതിപ്പോ അത്യാവശ്യം വലിപ്പുണ്ട്. വലിയൊരു കരിമീനെ പിടിച്ചിട്ട് വേടാ. അടിപൊളി ഭാഗ്യം ചേർത്തതാ വീൻ ചേട്ടനെ അടിച്ചിരുന്നത്. വെള്ളം കേട്ടാ വണ്ടിയിലുള്ളിൽ. നമ്മള് കുറച്ചേരൊക്കെ ഫിഷ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ചായക്കടയൊക്കെ ഒരു ചായ കുടിച്ചു. പഴംപൊരിയും മുട്ടയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പുഴുങ്ങിയ മുട്ട പിന്നെ പഴംപൊരി. അപ്പോൾ മുട്ടയും പഴംപൊരിയും കിട്ടി. കഴിക്കാൻ അടിപൊളിയാ. കഴിക്കട്ടെ. ഇങ്ങോട്ട് പിടിക്കണ, ഞാൻ വലിക്കണ. സൈഡോട്ട് ഇല്ല കരി 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 കരി. അടിപൊളി, സൂപ്പർ. ഇത്ര നേരം നമുക്ക് വലിയ സംഭവം അടിച്ചാട്ടത്. എന്തായാലും നല്ല വലിപ്പം ഉണ്ടായി.